ഇല്ല, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പാർട്ടിയോട്, എൻ്റെ പ്രസ്ഥാനത്തോട് എനിക്ക് അർഹതപ്പെട്ട എൻ്റെ സീറ്റ് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഒരു ഘട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന തരത്തിലൊരു വാർത്തയൊക്കെ വന്നിരുന്നു. അത് താങ്കൾ തന്നെ നടത്തിയ ഒരുപാട് വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ, ഇങ്ങനത്തെ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. അതിന് എല്ലാ ഉത്തരവാദിത്വവും എനിക്കില്ല. ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. സ്ഥാനാർത്ഥി ലഭ്യമല്ലെങ്കിൽ എൻ്റെ പ്രവർത്തകരുമായി സംസാരിച്ചതിന് ശേഷം എൻ്റെ കോൺഗ്രസിൻ്റെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നേതാക്കന്മാർ അവരുമായി സംസാരിച്ച് അടുത്ത നടപടികൾ എന്താണ് എന്നുള്ളത് അറിയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ പ്രവർത്തകർ പുറത്തേക്ക് പോലും ഇറങ്ങി എൽദോസ് കുന്നപ്പള്ളി ജനപ്രതിനിധിയാകണമെന്നുള്ള തരത്തിലേക്ക് തന്നെ അവകാശവാദം എത്തിയിട്ടുണ്ടായിരുന്നു. പെരുമ്പാവൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക്, എന്നെ സ്നേഹിക്കുന്നവർക്ക് വളരെയധികം വേദനയുണ്ട്, നിരാശയുണ്ട്. അവർ ഞാൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. സ്വാഭാവികമായിട്ടും പത്രമാധ്യമങ്ങളിലൂടെ എനിക്ക് സ്ഥാനാർത്ഥിത്വമില്ല, എൻ്റെ സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള വേദനയാണ് സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം. ഏത് ഘട്ടത്തിലാണ് UDF ഈ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാതെ വന്നത്? അത് പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമാനമായ അർഹതയുള്ള ആളുകൾ, സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് വരികയുണ്ടായി. അത്തരം സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ എന്നെ പരിഗണിക്കാതെ മറ്റൊരാൾക്ക്, ഒരുപക്ഷെ കൂടുതൽ വിജയസാധ്യത നോക്കിയിട്ടായിരിക്കാം ദേശീയ നേതൃത്വം അത്തരമൊരു തീരുമാനമെടുത്ത് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കേരളത്തിൽ നിന്നുള്ള എല്ലാ നേതാക്കന്മാരും KPCC എന്നുള്ള ലിസ്റ്റിൽ എൻ്റെ പേര് മാത്രമാണ് പോയിട്ടുള്ളത്. 20 MLA-മാരും സിറ്റിംഗ് MLA-മാർ മത്സരിക്കണം എന്നുള്ളതായിരുന്നു KPCCയുടെ തീരുമാനം. അതിന് വിരുദ്ധമായൊരു തീരുമാനം AICC എന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് എന്നേക്കാൾ വിജയസാധ്യതയുള്ള മറ്റൊരാൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കാം അത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആദ്യ സമയത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുമ്പിലേക്ക് വന്നിരുന്നു. മാധ്യമങ്ങൾക്കടക്കം ചില ഇൻ്റർവ്യൂകൾ നൽകുകയും ഉണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും ഞാൻ അതിൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു. എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട സമയം ഇപ്പോൾ കഴിഞ്ഞു പോയല്ലോ. ഇനി എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തിരിച്ചു കിട്ടുന്നില്ല. ഒരാൾ അത്യാസന്ന നിലയിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ വരെയും കൊണ്ടുപോകാം. വെന്റിലേറ്ററിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു പോയാൽ പിന്നെ വീണ്ടും വെന്റിലേറ്ററിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ.